വടകരയിൽ കോളേജ് അധ്യാപകനായ ലീഗ് നേതാവിന് ക്രൂരമർദ്ദനമെന്ന് പരാതി. പെരുവാട്ടന്താഴ സ്വദേശി ബൈത്തുൽ ഹലീമയിൽ കെ അഫ്നാസിനാണ് മർദ്ദനമേറ്റത്. മുഖത്തും ചുണ്ടിനുമാണ് പരിക്ക്. ചുണ്ടിൽ 10ഓളം തുന്നലുകളുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് പെരുവാട്ടന്താഴ ജനറൽ സെക്രട്ടറിയായ അഫ്നാസിനെ ആക്രമിക്കുമെന്ന് ചിലർ ഭീഷണിപ്പെടുത്തിയതായി പറയുന്നു. ഞായറാഴ്ച രാത്രി ഇത് സംബന്ധിച്ച വിഷയം സംസാരിക്കുന്നതിനിടെ CM ആശുപത്രി പരിസരത്ത് വച്ച് ചിലർ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. പരിക്കേറ്റ അഫ്നാസിനെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വായിൽ 10ഓളം തുന്നലുമായി അഫ്നാസ് വീട്ടിൽ വിശ്രമത്തിലാണ്. സംഭവത്തിൽ വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഞായറാഴ്ച വൈകിട്ട് പ്രദേശത്തൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംസാരം ഉണ്ടായിരുന്നു. അതിൽ വാർഡ് കൗൺസിലറും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സംസാരമൊക്കെ അവസാനിച്ചതിന് ശേഷം ഈ ഷംസീറും നെയ്സും അപ്രതീക്ഷിതമായി അറ്റാക്ക് ചെയ്തതാണ്. ഈ നെയ്സ് എന്ന് പറയുന്ന ആൾ കയ്യിലെന്തൊരു മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് മുഖത്ത് വീശി ഒഴിഞ്ഞപ്പോൾ ചുണ്ടിൻ്റെ മേൽഭാഗത്ത് തട്ടുകയും സ്റ്റിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. അധികം സംസാരിക്കാൻ പ്രയാസമുണ്ട്. വീരഞ്ചേരി തെരഞ്ഞെടുപ്പിൽ എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഞങ്ങളുടെ ശാഖാ സെക്രട്ടറി കൂടിയായ അഫ്നാസ് കെ നിരന്തരം തല്ലുമെന്ന് ഒരു ഭീഷണിപ്പെടുത്തൽ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ CPM ഉത്തരവാദപ്പെട്ട പ്രവർത്തകരും നേതാക്കളുടെ ആശീർവാദത്തോടു കൂടിയായിരുന്നു. അങ്ങനെ ഒരു സംഭവം പെരുവാട്ടന്താഴ വെച്ച് നേരത്തെ ഉണ്ടായി. അഫ്നാസിനെ തന്നെ ഒറ്റയ്ക്ക് കയ്യേറ്റം ചെയ്യുന്ന രീതി ഞങ്ങളൊക്കെ ഇടപെട്ട് മാറ്റിയതായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളെ ഇവിടെ മറ്റൊരു പേര് പറഞ്ഞിട്ട് ആക്രമിക്കുകയുണ്ടായി. ഇതൊക്കെ ഞങ്ങൾ കണ്ടതിന് ശേഷം ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട CPM നേതാക്കന്മാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായിട്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച അഫ്നാസിനിങ്ങനെ മാരകമായിട്ട് അടിച്ച് പരിക്കേൽപ്പിച്ചത്. ഇതിൽ പോലീസിൻ്റെ സമീപനമാണ് ഏറെ പ്രയാസപ്പെട്ടത്. പോലീസ് ഞായറാഴ്ച ഒരു സംഭവം ഉണ്ടായിട്ട് പോലീസിനോട് നേരിട്ട് പരാതിപ്പെട്ടു. ശനിയാഴ്ച നേരിട്ട് പോയി. എന്നിട്ട് പോലും പോലീസ് കേസെടുത്തില്ല. ഞങ്ങൾ രാഷ്ട്രീയപരമായ ശക്തമായ സമ്മർദ്ദം ഉണ്ടാക്കി പ്രതിഷേധ പ്രകടനവും പരിപാടിയൊക്കെ വെച്ചപ്പോഴാണ് പോലീസ് ഇതിൽ ഉണർന്ന് പ്രവർത്തിച്ചത്. രണ്ട് തരം നീതി, അഫ്നാസിന് നേരെയും കേസെടുക്കും എന്നുള്ള രീതിയിൽ പോലീസിൻ്റെ നിലപാട് ശരിയല്ല. ഏകപക്ഷീയമായിട്ടാണ് അഫ്നാസിന് അടി കിട്ടിയത്.